ഹേയ് ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്താലോ? നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടൊരു ഷോർട്ട് കുർത്തിയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ പിറകിൽ നമ്മളിങ്ങനെ കുറച്ച് കെട്ടുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഡോരി എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും തയ്യൽക്കടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആസ് യൂഷ്വൽ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലൊരു പഴയ കോട്ടൺ സാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഫാബ്രിക് ആണെങ്കിൽ നല്ല ഫാബ്രിക് എടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 31 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഫാബ്രിക് രണ്ടായി മടക്കിയതിന് ശേഷമാണ് ഈ മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ. ഞാനത് ജസ്റ്റ് ട്യൂട്ടോറിയലിന് മാത്രം എടുത്തതുകൊണ്ട് ലൈനിങ് വെച്ചിട്ടില്ല. പക്ഷേ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ലെങ്ത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 4 ആക്കിയിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ 4 ആക്കി മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് വേണം മാർക്കിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് യോക്ക് പാർട്ട് മാർക്ക് ചെയ്താലോ? ആദ്യം തന്നെ നെക്ക്. ഞങ്ങളിവിടെ ഒരു 3 ഇഞ്ചാണ് നെക്ക് എടുക്കുന്നത്. പിന്നെ നമ്മൾ സ്ലീവ്ലെസ് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി കടത്തി, സാധാരണ നമ്മൾ 6 ഇഞ്ചാണ് ഷോൾഡർ എടുക്കാറ്. പക്ഷേ ഇവിടെ ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്, സ്ലീവ്ലെസ് ആയതുകൊണ്ട് മാത്രം. നിങ്ങൾക്ക് അത്ര വീതി വേണ്ടെന്നുണ്ടെങ്കിൽ കുറക്കാട്ടോ. പിന്നെ ആം ഹോൾ എപ്പോഴത്തെയും പോലെ തന്നെ താഴേക്ക് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫ്രണ്ടിലെ കഴുത്ത് വേണ്ടേ, അത് ഒരു 4 ഇഞ്ച് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഇച്ചിരി കൂർത്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് നെക്കാണല്ലോ, അതുകൊണ്ട് 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 6 ഇഞ്ചാണ് കൊടുക്കാറ്. എന്നിട്ട് ജസ്റ്റ് എന്താ, ഒരു റൗണ്ട് അല്ല, ഒരു വ്യൂ അല്ല, അങ്ങനെ ഒരു ഷേപ്പില്ലേ, നിങ്ങൾക്ക് ആ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെയും കൂടി ഇവിടെ തന്നെ ജസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ അതൊരു 1/2 ഇഞ്ചായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തത്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അത് മാറ്റി ഒരു 1 ഇഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് വന്നപ്പോൾ അത് ചീര ടൈറ്റായി പോകുന്ന വെച്ചപ്പോഴാണ് അങ്ങനെ മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഇവിടെ ചെസ്റ്റ് അളവായിട്ട് നമ്മളൊരു 9 ഇഞ്ചാണ് എടുക്കുന്നത്. പ്ലസ് എന്താ ഒരു 1.5 ഇഞ്ച്, 10.5 ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ എന്താ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയേ നമുക്ക് ആ തുണി എത്തുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ 10.5 ഇഞ്ച് തന്നെ കൊടുത്തത്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഒരു 13 ഇഞ്ചിൻ്റെ അടുത്ത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ വേസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് ഒരു 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി. പിന്നെ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് മേലേന്ന് നമ്മൾ ആ നെക്ക് ചെസ്റ്റ് ചെയ്തില്ലേ, അതും ഈ ഒരു വേസ്റ്റ്, അതായത് നമ്മുടെ ഷേപ്പ്, അതും കൂടി എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒരു എ ലൈൻ പോലത്തെ മോഡലാണ് ഉദ്ദേശിക്കുന്നത്. ഇനി താഴെ എന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയ സ്ലിറ്റൊക്കെ വന്നിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തി. അപ്പം മുകളിൽ നിന്ന് നമ്മൾ ആ ബോഡി ഷേപ്പ് വരെ വരച്ചെടുത്തല്ലോ. അത് കഴിഞ്ഞ് താഴേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത്, നമ്മൾ ആ തുണി പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എടുക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 23, 24 ചെറിയൊരു മാർക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടത്തേക്കാണ് നമ്മളിത് എന്താ വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞങ്ങൾ പ്രൊഫഷണലായിട്ട് പഠിച്ചവരല്ല. ഞങ്ങൾക്ക് ഞങ്ങൾ പഠിച്ച ഓരോ വീഡിയോസൊക്കെ കണ്ടുപഠിച്ച് ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ബിഗിനേഴ്സാണ് ഞങ്ങളും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വെച്ചിടുന്നതാണേ. അപ്പോൾ ഇതാ നമ്മൾ ആ ഷേപ്പ് കഴിഞ്ഞ് അവിടുന്ന് കുറച്ചൊരു ഇതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, എക്സ്ട്രാ നമ്മൾ ചെസ്റ്റിന് മാത്രമല്ല എക്സ്ട്രാ നമ്മൾ 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഏകദേശം കണക്കാക്കിയിട്ട് സ്കെയിലൊന്നും ഇല്ലാതെ ജസ്റ്റ് വരച്ചെടുക്കുക, കുറച്ച് എക്സ്ട്രാ കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ആം ഹോൾ വരച്ചെടുത്തു. ഓക്കെ, ആം ഹോളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ വരക്കുന്നത്. പിന്നെ ജസ്റ്റ് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് എന്താ, അതിൽ നിന്ന് ഒരു പീസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആം ഹോൾ എല്ലാത്തും കോമൺ ആണല്ലോ, ആം ഹോൾ ബാക്കിയൊക്കെ. അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്തെടുത്തു. ആൻഡ് പിന്നെ നമ്മളെ പുറത്തുള്ള എന്താ എക്സ്ട്രാ വരച്ചില്ലേ, ഈ എക്സ്ട്രാ വരച്ചത് എപ്പോഴും ഉപകരിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ ആ കെട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്ത് ടൈറ്റായി നിൽക്കുമല്ലോ. അപ്പം നമ്മൾ കറക്റ്റ് അളവെടുത്ത് ടൈറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ചധികം എക്സ്ട്രാ ഇട്ടിട്ട് എന്താ അത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് അത്യാവശ്യം ഭംഗി കിടന്നോളൂ. അതുകൊണ്ട് കുറച്ചധികം തന്നെ എക്സ്ട്രാ ഇട്ടു കേട്ടോ. പരമാവധി കിട്ടുന്നത്ര ഞങ്ങൾക്ക് ഇത്രയും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ താഴെ ആ കസവിൻ്റെ ഭാഗമൊക്കെ സാരിയാണെന്ന് പറഞ്ഞല്ലോ, കസവിൻ്റെ ഭാഗമൊക്കെ ഇച്ചിരി ടൈറ്റായിരുന്നു. അതൊന്ന് ശരിക്കാക്കി മുറിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ ബാക്ക് ഓൾറെഡി മുറിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ആ വരച്ചതിലൂടെ തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം മറന്നു പോകരുത്. കാരണം ബാക്കിനൊക്കെ കുറച്ചുകൂടെ താഴ്ത്തി വെട്ടണം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്, പെട്ടെന്ന് മറന്നുപോയി. അത് കഴിഞ്ഞ് ഇനി താഴേക്ക് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഒരു ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിംഗ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ പോയിന്റില്ലേ താഴെയില്ലേ, അത് വിടുന്ന് ഒരു 3 ഇഞ്ച്, അതായത് കട്ട് ചെയ്തതിൻ്റെ ഏറ്റവും ഇല്ലേ, നിങ്ങൾക്ക് വിഷ്വൽസ് കണ്ടാൽ മനസ്സിലാവും, 3 ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ നമ്മൾ ലൈനിങ് വെച്ചില്ല, കാരണം തുണി അത്യാവശ്യം കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് തീരെ കട്ടിയില്ലെന്ന് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൈനിങ് തുണി ഉണ്ടാവുമല്ലോ, ലൈനിങ് തുണി കട്ട് ചെയ്യാണ്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ, നമ്മൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ ചെറിയ പീസ് എടുത്ത് നിങ്ങളെ ഫുൾ പീസ് ലൈനിങ് എടുത്താൽ മതി, എടുക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നൈറ്റി ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫാബ്രിക് വെച്ച് കൊടുത്താൽ മതി, ലൈനിങ് കൊടുക്കേണ്ടി വരും തോന്നുന്നില്ല. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങളെപ്പോലെ ചെറിയ സ്മോൾ പീസാണെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ളതാണെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തത് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നെക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു വരച്ച വരയില്ലേ, ആ വരേൻ്റെ 2 സൈഡിലുമായിട്ട് സ്റ്റിച്ച് വരണം. ആ വരയിലോട്ട് തയ്ക്കാൻ പാടില്ല, 2 സൈഡിലുമായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തയ്ച്ച് ചെറുതായിട്ടൊന്ന് പാളിയപ്പോഴും നമ്മൾ സ്റ്റിച്ച് കഴിച്ചിട്ടാണ്, അതാണ് പകുതിക്ക് കാണുന്നത്. ഇനി എന്ത് ചെയ്യുക, ഓൾറെഡി നടുവിൽ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കൊണ്ടാണ് നമ്മൾ നേരെ അടിച്ചു പോയത്. നിങ്ങൾ തയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഷേപ്പില്ലേ ആ താഴേക്കുള്ള ഓപ്പണിംഗ് ഒക്കെ, അത് കറക്റ്റ് ലെഫ്റ്റിൽ നിന്ന് വന്ന് ആ താഴേക്കുള്ള ഓപ്പണിങ്ങിൻ്റെ ആ ലൈൻ വരച്ച വരയില്ല, അതിൻ്റെ 2 സൈഡായിട്ട് നടു ടച്ച് ചെയ്യാണ്ട് അടിച്ചിട്ട് കൊണ്ടുപോകണേ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നടുക്ക്, അതായത് ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് 2 സൈഡിലായിട്ട് ഓൾറെഡി സ്റ്റിച്ച് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ നോക്കിക്കേ, കണ്ട. ഇനി അതെന്ത് ചെയ്യുക, ഇനി അത് ജസ്റ്റ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ആ കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത്, പിന്നെ വേണമെങ്കിൽ കുഞ്ഞു കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ എന്നല്ല, കുറച്ച് കുഞ്ഞി കട്ട് ഇട്ട് കൊടുക്കുക, നമ്മൾ തിരിച്ച് വിടുന്നതാണല്ലോ. എന്നിട്ട് ജസ്റ്റ് അതെന്ത് ചെയ്യുക, മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഫുൾ ലൈനിങ് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കിൻ്റെ അതേ അളവിൽ ലൈനിങ് മുറിച്ചെടുത്താൽ മതി, മെയിൻ ക്ലോത്തിൻ്റെ. എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റഡ് വേർഷൻ ഇതില്ലേ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ, അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പെൻസിലോ പെന്നോ എന്തെങ്കിലും എടുത്തിട്ട്, നമ്മളിപ്പോഴും ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ ജസ്റ്റ് തിരിച്ചെടുക്കുക, കാരണം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, താഴേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആദ്യം നേരത്തെയൊക്കെ തയ്ച്ചതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നില്ല, ഇതുപോലെ ആയത് നേരത്തെ തയ്ക്കേണ്ടത്. ഞങ്ങൾ എന്തൊക്കെയോ ഇത് ഭയങ്കര ട്രാജഡി ഉള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് ഫുൾ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്. പക്ഷെ പരമാവധി ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതാ അവിടെ നിന്ന് ജോയിൻറ്റ് എന്താ പറയണ്ടേ, ബെഡൽ നിർത്തി ഒന്നുകൂടെ തിരിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു അബദ്ധം പറ്റിയിട്ട് നമ്മൾ നല്ല വശത്ത് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ മയച്ചാൽ പോകും, വെള്ളം നനച്ച് നനച്ചാൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ ട്യൂട്ടോറിയൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഡ്രസ്സസൊക്കെ ചില സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക്കിൽ ഇങ്ങനെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ നല്ലൊരു ഫാബ്രിക് ഞാൻ ചെയ്തിട്ട് വേണേൽ ഫോട്ടോ ഇടാം പിന്നെ. അപ്പം നമ്മുടെ നെക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പാർട്ട് എടുത്ത് നേരെ നടുവിലൂടെ മടക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ നമുക്ക് കുറച്ച് മാർക്കിങ്സ് ചെയ്യാനുണ്ട്. നമ്മൾ ആ മേലെ നെക്കുന്നൊരു 13 ഇഞ്ച് താഴേക്കും 2 ഇഞ്ച് അങ്ങോട്ടേക്കും ആയിട്ടാണ് നമ്മൾ ഈ മാർക്കിങ്സ് ചെയ്യുന്നത്. അതായത് ബാക്കിലെ കെട്ട് വരുന്നില്ലേ, ആ കെട്ട് എവിടെയാണെന്നുള്ളതാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഞങ്ങൾ കൊടുത്തൊരു മെഷർമെൻറ്റാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഒരു താഴേക്ക് ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ സാധനം, അതായത് ആ ഒരു നോട്ടില്ലേ അത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഡോരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇടാനുള്ള ആ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. ഹോൾസ് അല്ല, ഒരു പേര് എനിക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ അത് നമ്മൾ ഈ 1.5 ഇഞ്ച് ഇടപെട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എത്ര നിങ്ങൾക്ക് വേണോ അത്രയും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 സൈഡിലും, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നേരെ സ്ട്രെയിറ്റ് ലൈനിൽ വരാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും എന്ത് ചെയ്യുക, നല്ല രീതിക്ക് അളവെടുത്തിട്ട് നേരെ ഒരേ അളവിൽ അപ്പുറം ഇപ്പുറമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നടുവിലൂടെ മടക്കിയിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ജസ്റ്റ് അപ്പുറത്തെ സെൻറ്റർ ഇപ്പുറത്തേക്ക് എടുത്തു, ആ കറക്റ്റ് അളവെടുത്ത് വരഞ്ഞു. നമ്മൾ മാനുവലായിട്ട് 2 സൈഡ് തന്നെ ചെയ്യുന്നുണ്ട്. നല്ല കട്ടിക്ക് വരഞ്ഞ് തിരിച്ചിട്ട് ഒന്ന് എന്താ പറയണേ അടിച്ചു കൊടുത്താലും ആ മെഷർമെൻറ്റ് കിട്ടേണ്ടതാണ്, പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്തില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വെക്കാനുള്ള ഒരു പീസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സെയിം തുണി തന്നെ എടുക്കുക. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു അളവൊന്നും എടുത്തിട്ടില്ല, ഒരു 1.5 ഇഞ്ചിൻ്റെ അടുത്ത് ഉണ്ടാവും. പിന്നെ പരമാവധി നീളം ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ബാക്കി വന്ന തുണി അങ്ങനെ തന്നെ വെട്ടിയെടുക്കുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിനി കട്ട് ചെയ്തിട്ട് എന്താക്കുക, നമ്മൾ ആ ഒരു കുഞ്ഞു പീസാക്കി വെക്കേണ്ടതും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ പീസിലോട്ട് ഇടുന്ന ഒരു നാടയില്ലേ, ആ നാടയായിട്ട് വെക്കുന്നതൊക്കെ ഇതാണ്. അപ്പോൾ ഇത് എന്താ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എത്ര വീതിക്കാണോ ഇത് വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഞങ്ങളിവിടെ വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രശ്നമല്ല, ഇത് മറിച്ചിടാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. കുറച്ച് വലുതാണ്, വേഗം മറിച്ചിട്ട് കിട്ടുക. ഇതിപ്പോൾ കണ്ട ചെറിയ വളരെ തിന്നായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ആ സെയിം നീളത്തിൽ മൊത്തത്തിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ എന്താ ഇതിൽ 2-3 പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു, ആ 2-3 പീസ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ നല്ല രീതിക്ക് കുറച്ചധികം കഷ്ടപ്പാടില്ല. ഇതിനകത്ത് നമുക്ക് ക്ഷമ വേണ്ട ഒരു കാര്യം ഇതാണ്. ബാക്കിയൊക്കെ നമുക്ക് വേഗം എല്ലാത്തിനും ചെയ്യുന്ന മെത്തേഡാണ്. പക്ഷേ ഇതിങ്ങനെ എടുത്ത് തിരിച്ചിടൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിത് തിരിച്ചിടുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ എക്സ്ട്രാ കുറച്ചധികം സ്ഥലം പീസ് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കുറച്ച് മുറിച്ചാൽ പോരെയെന്ന് വിചാരിക്കും. വീതി കുറച്ച് മുറിച്ചാൽ മതി, തുണി നമുക്കിന് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അധികം തന്നെ മുറിച്ചത്. ഓക്കെ, അപ്പോൾ എന്താ നമ്മളിങ്ങനെ ജസ്റ്റ് അത് എക്സ്ട്രാ വന്നാൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡായിരുന്നു, ആ സമയത്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്.
ആൻഡ് പിന്നെ ഇത് ചെയ്യുന്നതിൽ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളും ഈ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല, എന്നാലും ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഒരറിവുള്ള കാര്യം പറയുന്നില്ല. ഒന്നല്ലേ 2 പേർക്ക് ചെയ്യാൻ പറ്റിയ നല്ലല്ലേ. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ അതിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് ഒരു ടൂത്ത് പിക്കോ പിന്നെ എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള സാധനം കുത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു തുണിയില്ലേ, ഈ ഒരു തുണീനെ അതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. അപ്പോൾ ഇത് കുറച്ചധികം മല്ല് പിടിച്ച കളിയായിരുന്നു. കാരണം വളരെ ബുദ്ധിമുട്ടായത്, ഇത് അങ്ങോട്ട് ടൈറ്റായിപ്പോയി, തിരിച്ചു വരുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടാണ് അത് അവസാനം ഫുള്ള്, അതായത് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എത്ര വേണോ അത്രയും നമ്മളിത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ചുകൂടെ വീതിക്കാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ ഇത് കാണാൻ ഭംഗിയുണ്ടാവുക ചെറുത് തന്നെയാണ്. പിന്നെ ഇതിനെന്തൊക്കെയോ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് അതൊന്നുമില്ല, പെട്ടെന്ന് കറണ്ട് പോയി, അതാണ് ബ്രൈറ്റ്നസ് പെട്ടെന്ന് കുറഞ്ഞത്. ഞങ്ങളുടെ അടുത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് നമുക്ക് ഇതിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ഇഞ്ചായിരുന്നു കട്ട് ചെയ്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ നമ്മൾ കളയേണ്ടി വന്നു. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ സാധനം ഒന്ന് മുറിച്ചിട്ട് നമ്മളൊന്ന് മടക്കി വെച്ച് നോക്കാം നമുക്ക് എത്ര നീളത്തിലാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ആ നീളത്തിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേസ്റ്റേജ് വരില്ല. ഓക്കെ, നമ്മൾ ചെയ്തപ്പോൾ തിരക്കിന് ചെയ്തപ്പോൾ ഒരു 3 ഇഞ്ച് വെച്ചെടുത്തു. പക്ഷേ കുറേ കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള 2 പീസ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് നീളത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഉള്ളിടാനുള്ളൊരു നാടയില്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അത്യാവശ്യം നീളത്തിൽ തന്നെ വേണ്ട ഒരു സെയിം മെത്തേഡാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ. രണ്ടും കൂടെ മടക്കി ആദ്യം ജോയിൻ ചെയ്ത് നല്ല നീളത്തിലുള്ള പീസാക്കി എടുത്തു, എന്നിട്ട് മടക്കിയെടുത്തു. ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്കിങ്ങിൻ്റെ മേലെ ഈ സാധനം എന്ത് ചെയ്യുക, ജസ്റ്റ് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, മടക്കിയിട്ട് നമ്മുടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലോട്ടാണോ വേണ്ടത് എന്നുള്ളത് ഓപ്പണിങ് വരുന്നതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തടിക്കണം. ആൻഡ് നമ്മളങ്ങനെ നമ്മൾ കറക്റ്റ് മാർക്ക്, അതാണ് മാർക്കിങ് തെറ്റിപ്പോവരുതെന്ന് പറഞ്ഞത്. ആ മാർക്ക് ചെയ്ത് അതിലൂടെ തന്നെ കറക്റ്റ് എന്ത് ചെയ്യുക, സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. നമുക്ക് എല്ലാം ലൈനായിട്ട് ഒരേ അളവ് തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആ എക്സ്ട്രാ എന്ത് ചെയ്ത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 3 ഇഞ്ച് എടുക്കേണ്ട, 3 ഇഞ്ചിലും കുറച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ചധികം നീളത്ത് കൊടുത്താൽ മതി. ഞങ്ങൾ 3 ഇഞ്ച് എടുക്കുകയും ചെയ്തു, നീളം കുറച്ച് കൊടുക്കുകയും ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. ഇനി എന്താ ചെയ്യുക, നമ്മളെ തയ്ച്ചില്ലേ അതിന് നേരെ ബാക്ക് വശം ഇതാണ് ഫ്രണ്ട് വശം നമ്മളെ തയ്ച്ചത്. അതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, മടക്കി കൊടുക്കുക. ഓക്കെ, മടക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ചെയ്ത സ്റ്റിച്ചൊക്കെ അങ്ങ് ഹൈഡായി പോയിക്കോളും. ഓക്കെ, അപ്പോൾ അത് 4-5 സ്റ്റിച്ച് വെച്ച് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളത് സെക്യൂർ ആയിരിക്കാനല്ലേ. ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് പുറത്ത് കാണും, അപ്പോൾ കുറച്ചുകൂടെ കടത്തി കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എക്സ്ട്രാ മുറിക്കുന്ന സമയത്ത് ബാക്കിലെ പാർട്ട് കുറച്ച് എക്സ്ട്രാ ഇരിക്കുന്ന രീതിയിൽ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ടാലിയായി കിട്ടും. കാരണം നമുക്കിവിടെ എത്ര പോകാമെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. അല്ല നമ്മൾ നോർമൽ എടുക്കുന്നത് പോലെ സെയിം അളവ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അത് നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് അധികം പരമാവധി കിട്ടുന്നത്ര രീതിക്ക് അതാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിലെ പീസിന് അത്യാവശ്യം അധികം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായി പോകാൻ ചാൻസ് ഉണ്ട്. ചെറുതായാലും നമുക്ക് വലുതായി കഴിഞ്ഞാൽ നമുക്കിത് കെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ചെറുതായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 സൈഡും ഒരുപോലെ തന്നെ ചെയ്തെടുത്ത് ആ ഒരു സംഭവം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ശരിക്കും കാണുമ്പോൾ ഷൂ ലൈസൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അപ്പോൾ ഈ നീളത്തിലുള്ള സാധനമല്ലേ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേ, അത് എങ്ങനെ ഞാൻ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. സംഭവം ഒന്നേ വേണ്ടൂ, പക്ഷേ ഇതെന്തോ 2 പ്രാവശ്യം ഞാൻ ചെയ്ത് കാണുന്നുണ്ട്. കുഴപ്പമില്ല, 1 മതി. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറ്റത്ത് ഇങ്ങനെ ലെയ്സ് പോലുള്ള സാധനങ്ങളില്ലേ, അതായത് തൂങ്ങിക്കിടക്കുന്നതൊക്കെ, അതൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം. പക്ഷെ അത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഈ ലെയ്സ് അതിൽ ഇട്ട് കഴിഞ്ഞ ശേഷം മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ നമുക്കിത് കയറില്ലല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം നീളത്തിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് കഷ്ടപ്പാടാണ് ഇതിനൊന്ന് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മല്ല് കളിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കിക്കൊണ്ടാണ് നല്ല ഈസി ആയിട്ട് തോന്നുന്നത് അത്യാവശ്യം. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ചുകൂടെ വീതി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉള്ളതിനേക്കാളും. ഓക്കെ, അപ്പോൾ ഇതാ ജസ്റ്റ് ഇട്ട് തിരിച്ചെടുത്ത് ഒന്ന് വലിച്ചിട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ പരിപാടി റെഡി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നെക്ക് കുറച്ച് വൈഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം, കാരണം കുറച്ച് ചെറുതാന്ന് തോന്നിയോണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് ക്രോസ് പീസ് വെട്ടിയെടുക്കണം. കാരണം ക്രോസ് പീസ് വെട്ടിയെടുത്ത് നമ്മൾ സ്ലീവ്ലെസ് ആണല്ലോ കൊടുക്കുന്നത്. സ്ലീവ്ലെസ് ഡ്രസ്സ് ആവുന്ന സമയത്ത് നമ്മൾ കൈ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ച് തന്നെ ഫിനിഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലാണ്ട് സ്ലീവ് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. സ്ലീവ് വരുമ്പോൾ കട്ടൊക്കെ അങ്ങ് ഒഴിവായി പോയിക്കോളും. പക്ഷേ സ്ലീവ്ലെസ് ആവുമ്പോൾ നടക്കില്ലല്ലോ. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു, അതിനെ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് സ്ലീവ്സിൽ നല്ല രീതിക്ക് ആദ്യം സ്ലീവ്സിൻ്റെ മുകളിൽ വെച്ച് ഒരു സ്റ്റിച്ച് അടിച്ചു. പിന്നെ ജസ്റ്റ് അത്
പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അതിൽ കുറച്ച് കട്ടിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുത്ത് ജസ്റ്റ് 2 മടക്കി അതിനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടും ബാക്കും കൂടി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും ഫ്രണ്ടും ബാക്കും യോജിപ്പിക്കാറ്, അതായത് എന്താ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ഇതിൻ്റെ രണ്ടിനെയും എന്താ പറയുക ലൈനിങ് ഒരു വശത്തും പ്ലസ് നല്ല ഫാബ്രിക് അപ്പുറത്തെ വശത്തും, അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ച് ലൈനിങ് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുന്ന രീതിയില്ലേ. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു കിഡ്സ് ഫ്രോക്കിൻ്റെത്, അത് ഞാനിവിടെ വ്യൂ ബാറിൽ കൊടുക്കാം. അല്ലാണ്ട് എനിക്കിതിപ്പോൾ ലൈനിങ് ഉള്ളതൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും എങ്ങനെയാണ് ജോയിൻ ചെയ്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്തു, ബാക്കിയുള്ള സ്ലീവ്സ് ഒന്നും കൂടെ മടക്കി തയ്ക്കുന്നുണ്ട്. അതായത് നേരത്തെ ക്രോസ് പീസ് വെച്ച് നേരെ ജോയിൻ ചെയ്തുകൊണ്ട് അത് മടക്കി തയ്ച്ചില്ലല്ലോ. അപ്പോൾ ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ തയ്ച്ച് വെച്ച നീളത്തിലുള്ള നാടയില്ലേ അതെടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് കയറ്റി വെക്കുക. അപ്പോൾ കയറ്റുന്ന സമയത്ത് പിന്നൂത്തി അങ്ങനെ വെച്ച് കയറ്റരുത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും തൂക്കുന്ന സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റിയതിന് ശേഷം മാത്രം തൂക്കുക, അല്ലാണ്ട് നമുക്ക് അതിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഇങ്ങനെ ക്രോസ് പീസെല്ലാം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ചെയ്തു. പിന്നെ നമുക്കിനി ഷേപ്പ് അതായത് നമ്മളിപ്പോൾ എന്താ നമ്മുടെ 2 ഷോൾഡറും ആൻഡ് നെക്കും ആ ഏരിയയൊക്കെ അറ്റാച്ച് ആയല്ലോ. നമുക്ക് താഴേക്കുള്ള നമ്മളെ ബോഡിയില്ലേ, ആ ബോഡീൻ്റെ അതും കൂടെ ഒന്നാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വിഷ്വൽ ഏതിൻ്റെന്ന് വെച്ചാൽ നമ്മളെ സ്ലീവ്സ് ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പണിയെടുക്കുന്ന പണിയാണല്ലോ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത്. ഇപ്പോൾ ക്രോസ് പീസ് വെക്കുമ്പോൾ നമ്മളിത് വലിച്ചു പിടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കുറേ കണ്ടീഷൻസ് ഉണ്ട്, കുറേ അല്ല 2-3 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ബിഗിനേഴ്സിന് ഈ ക്രോസ് പീസ് എന്താണ്, അങ്ങനെ കുറച്ച് ബോബിൻ കേസ് എന്താണ്, എങ്ങനെയാണ് അതിൽ നറിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ ഞാനൊരു ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ പോലെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. പിന്നെ ഈ നാടയിടുന്നത് ഇത് നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. അതെങ്ങനെയാണ് നമ്മൾ ഇടുന്നത്, നമ്മൾ ഷൂ ഒക്കെ പല രീതിയിൽ കെട്ടാൻ പറ്റും തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് ഇടാൻ അറിയുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഷേപ്പ് തുടങ്ങാം. അപ്പം നമ്മൾ ആ ഷോൾഡർ അവിടുന്ന് തുടങ്ങിയിട്ട് താഴെ നമ്മൾ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഐഡിയാസ് വരുന്നത്, അതാണ് ആദ്യം ഒന്ന് കാണിക്കാത്തത്. അപ്പോൾ മുകളിൽ നിന്ന് എവിടെയാണോ നമുക്ക് ഓപ്പണിങ് വേണ്ടത് അവിടെ വരെ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ലോക്കാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ തിരിച്ച് വെച്ച് താഴത്തെ ഭാഗമില്ലേ അവിടെ നിന്ന് 2 മടക്കി എന്ത് ചെയ്യുക, അതായത് 2 മടക്ക്, അതായത് നമ്മളതൊന്ന് ഒരുക്കം മടക്കി ഒന്നും കൂടെ മടക്കുമല്ലോ, അങ്ങനെ മടക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ലോക്ക് ചെയ്ത പോയിന്റിൽ അത് എവിടെയാണോ നേരത്തെ നിർത്തിയത് അവിടം വരെ തയ്ച്ച് കൊണ്ടുവരിക. ഓക്കെ, അവിടം വരെ തയ്ച്ച് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിനൊന്ന് തിരിച്ച് വെച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ച് വെച്ച് 2-3 സ്റ്റിച്ച് അത്രയേ വേണ്ടി വരും. 2-3 സ്റ്റിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മോട്ടർ വെച്ച് അടിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ വേലി തിരിച്ചാൽ മതി. ചവിട്ടി അടിക്കുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി, അത്രയേ വേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്തെ സൈഡെത്തിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തതും അങ്ങനെ തന്നെ മടക്കിയിട്ട് 2 മടക്കി തയ്ച്ചു കൊടുക്കാം. ഓക്കെ, എന്നൊക്കെ ഷേപ്പ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഷേപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബാക്കിൽ ഞാനിത് വലിച്ച് കെട്ടിക്കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല രീതിയിൽ കെട്ടിയാൽ നല്ല ഭംഗിയുണ്ടാവും. നല്ലൊരു ഫാബ്രിക്കിലാണ് ചെയ്തത്, കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ ലൈനിങ് വെക്കാത്തതുകൊണ്ട് ഉള്ളിൽ നിഴൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ടീഷർട്ട് ഇട്ട് അതിൻ്റെ ഷെയ്ഡാണ് കാണുന്നത്. ഇത് ഇപ്പോൾ ഈ വീഡിയോയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു കളർ ചേഞ്ച് കാണുന്നില്ലേ, ഒരു വൈറ്റ്, അതെൻ്റെ അടിയിലുള്ള ടീഷർട്ടാണ്. ഭയങ്കര നിഴലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവരും ചെയ്ത് നോക്കുക. കട്ടിയില്ലാത്ത തുണിയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ലൈനിങ് ഒക്കെ വെച്ച് ചെയ്ത് നോക്കുക. സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടെ, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് കണ്ട് തയ്ക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തയ്ച്ചതിൻ്റെ ഫോട്ടോ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ അയച്ചു തരാമോ, കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ, കാരണം ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൽ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.